ഗായ്സ്, ഇത് എവിടുത്തെ ഡ്രസ്സാണെന്ന് പറയാമോ? നിങ്ങൾ തമ്മിൽ കണ്ടു കാണാം. അതെ, മേഘാലയയുടെ അഥവാ ഖാസികളുടെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. ഖാസികളുടെ സംസ്കാരത്തെക്കുറിച്ചും മേഘാലയയിലെ അതിമനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ വിശദമായിട്ട് കാണിക്കുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് മണ്ണിനടിയിലെ അത്ഭുതം മോസ്മി കേവ്, മേഘാലയയിലെ ചിറാപുഞ്ചിയിലെ ഈ കേവ് ഒന്ന് ആദ്യം ഒരു നല്ല പാട്ടോടുകൂടിയാണ് മോസ്മി കേവിൻ്റെ കവാടം ഞങ്ങളെ സ്വീകരിച്ചത്. ചുണ്ണാമ്പ് കല്ലുകളാൽ നിർമ്മിതമായ ഈ ഗുഹയിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. തിളങ്ങുന്ന കാൽസൈറ്റ് ക്രിസ്റ്റലുകൾ നിറഞ്ഞ ഭൂമിക്കടിയിലെ പ്രകൃതിദത്തമായ ഒരു അത്ഭുതം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. മേഘാലയയിൽ ഒരുപാട് ഗുഹകളുണ്ട്. ഇന്ത്യയിലെ നീളം കൂടിയ ഗുഹകളിൽ 10 മേഘാലയയിലാണ്. അതിൽ മോസ്മി കേവും ഉൾപ്പെടും. ഇവിടെയുള്ള ചുണ്ണാമ്പ് കല്ലിലൂടെ വെള്ളമിറങ്ങി ആയിരക്കണക്കിന് വർഷങ്ങളെടുത്താണ് ഇവിടെയുള്ള ഓരോരോ സ്ട്രക്ചറും രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നടക്കുമ്പോൾ തന്നെ വെള്ളം ഉറവുകളായി ഇറ്റിറ്റായി നമ്മുടെ ദേഹത്തേക്ക് വീഴും. അതുപോലെ തന്നെ കാലിനടിയിലുമൊക്കെ വെള്ളം ഒഴുകുന്നത് കാണാം. ഗുഹയുടെ പല ഭാഗങ്ങളും വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെ കുനിഞ്ഞ് ഇഴഞ്ഞിഴഞ്ഞു മാത്രമേ ഗുഹയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഇച്ചിരി വണ്ണമുള്ളവരും അസുഖമുള്ളവരുമൊക്കെ ഇതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. സമുദ്രജീവികളുടെ ഒരുപാട് ഫോസിൽസ് നമുക്ക് ചുവരിൽ ഉടനീളം കാണാം. അതുകൊണ്ട് തന്നെ ഹിമാലയം പോലെ ഒരു കാലത്ത് ഇതും ചിലപ്പോൾ സമുദ്രമായിരുന്നിരിക്കാം. ഈ കേവ് ആദ്യം എക്സ്പ്ലോർ ചെയ്തത് ബ്രിട്ടീഷുകാരാണെന്ന് പറയപ്പെടുന്നു 1944. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ ഭംഗിയായി കാണാം. പക്ഷെ പല ഭാഗങ്ങളിലും വളരെയധികം ഇരുട്ടായതുകൊണ്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ ക്യാമറയ്ക്ക് മാത്രമേ അത് ശരിക്കും പകർത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വന്ന് തന്നെ കാണേണ്ട ഒരു വിസ്മയമാണിത്. കല്ലിലെ ഈ ഫോർമേഷൻസിനൊക്കെ പല ജീവികളുടെ രൂപങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്.
അപ്പോൾ ഒന്നുമല്ല ഗായ്സ്, മേഘാലയയിലെ വർണ്ണക്കാഴ്ചകൾ തുടങ്ങുന്നതേ ഉള്ളൂ. അത് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാം. തുടർന്നുള്ള എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണേ പ്ലീസ്. അപ്പോൾ അതുവരെ ബൈ.